അസ്ട്രോളർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് മീനെ പ്യാർ കിയ. പടത്തിൽ അഭിനയിച്ചിരുന്ന ഹൃദു ഹരുൺ, പ്രീതി മുകുന്ദൻ മീൻസ് ഹെർ മലയാളം ഡെബ്യൂട്ട്, പിന്നെ അസ്കർ അലി, അർജു, പിന്നെ ആവേശത്തിലെ കുട്ടി, ശ്രീകാന്ത് വെട്ടിയാരി, മഹീമ ഗോപി, ബോത്സർഡീന, പിന്നെ ക്യാമിയായിട്ട് നമ്മുടെ പെപ്പി. പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഫൈസൽ എന്ന് പറഞ്ഞൊരാളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സഞ്ജു എസ് ഉണ്ണിത്താൻ. സിനിമാറ്റോഗ്രഫി ബൈ ഡോൺ പോൾ. എഡിറ്റഡ് ബൈ കണ്ണൻ മേനോൻ. മ്യൂസിക് ബൈ ഇലക്ട്രോണിക് കടി മീൻസ് ബനിയനെ ഒരു പൂ തരാം, പൂ എടുത്ത് കായ് തരാം, അതിൻ്റെ കമ്പോസറാണ് ഉണ്ട്. ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് കലൈ കിങ്സണാണ്. മീൻസ് മാർക്കോ ബബ രണ്ട് സിനിമയുടെയും ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതാണ്. പടം കണ്ടുപിടിച്ചത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ, അതാണ് പടം. പടത്തിലെ പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. പാട്ടും ബീജിയും നൈസായിരുന്നു. പിന്നെ അതിൽ വെൽക്കം മോളിവുഡ് എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അതൊരു ഐഡി പോസിറ്റീവ്. അത് ഞാൻ സിനിമ പറഞ്ഞതിന് മുമ്പ് ഒരുപാട് നാൾ ഇങ്ങനെ കേട്ടോണ്ടേ നടിയാണ് ഞാനൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ഐഡി പോസിറ്റീവാണ്. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി കുഴപ്പമില്ല, ബട്ട് സ്ക്രീൻ പ്ലേ വൈസ് ശോകമാണ്. ഒരു സാധാരണ റൊമാൻറ്റിക് പടത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് എടുത്ത് വെച്ച്. എന്നാൽ ബട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് ഇവന്മാർ സ്റ്റോറി ഇത് കുറച്ചും കയറ്റി വെച്ചാലൊന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടി വെച്ച് ചെയ്യണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവൻ്റെ സ്റ്റോറി കുഴപ്പമില്ല, ആവറേജ്. പിന്നെ അസ്കർ അലി സൂപ്പർബ്, രാജു, ശ്രീകാന്ത് വെട്ടിയാരും പൊടിച്ച്, പിന്നെ കുട്ടി നമ്മുടെ ആശുപത്രി കുട്ടിയുടെ കാര്യം പൊടിച്ച്, ബാക്കിയെല്ലാം തേമാനങ്ങളാണ്. അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഈ പടം കാണാം. പിന്നെ പാട്ടും ബീജവും കേട്ടോണ്ടിരിക്കാൻ പറ്റും, അല്ലാതെ ബാക്കിയല്ല എന്തെടുത്ത് നോക്കിയാലും ക്രിഞ്ച് മഴയാണ് സിനിമ. അയ്യോ, സഹിക്കുന്നതിനൊരു പരിധി ഇല്ലടേ. പിന്നെ സ്റ്റോറിക്ക് കണ്ടിരിക്കണം. ഒരു സാധാരണ റൊമാൻറ്റിക് പടം ഇത് വേണം കാണാൻ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം സിനിമയുടെ ട്രെയിലറിൽ ഇത് ഒരു ആക്ഷൻ പടം, ഒരു റൊമാൻറ്റിക് ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രെയിലറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു സിനിമ കണ്ടാൽ മനസ്സിലായത് ഒരു റൊമാൻറ്റിക് പടത്തിൽ ആശയമില്ലാതെ ആക്ഷൻ സീക്വൻസ് കിട്ടിയിരിക്കുകയാണ്. പറയാൻ പറഞ്ഞു പെപ്പെ ക്യാമിയോ എന്തിനെന്ന് പോലും അങ്ങേർക്ക് ഒരു മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങേരുടെ അവസാനത്തെ എന്തോ 15 മിനിറ്റില്ല എന്തുവാണ് അങ്ങേര് വരണത്. അങ്ങേര് എൻ്റെ പൊന്നു ഇത്രയും നാളും കണ്ട ക്യാമിയോസിൽ ഇത്രയ്ക്കും ദുരന്തം പിടിച്ച ക്യാമിയോ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ഇത്രയും ദുരന്തം പിടിച്ചൊരു ക്യാമിയോ ഞാൻ കണ്ടിട്ടില്ല. അതൊരു ദുരന്തം. ഇതും ക്യാമിയോ ആണ് ആൻ്റണി വർഗീസ് പെപ്പെ ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമയിൽ. ഇതിപ്പോൾ സഹിക്കുന്നതിനൊരു അപ്പുറം ഇട്ടേ. അങ്ങനെ ഒരു മര്യാദയ്ക്ക് നായകനാണ് അവനൊരു മര്യാദ ചെയ്തുകൊണ്ടിരിക്കുക. തിരത്തിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമയിൽ വില്ലനെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അതിൽ വിനായകൻ്റെ ക്യാരക്ടർ അത്യാവശ്യം ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഇന്നലെ വരെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ സ്വാതന്ത്ര്യ രാത്രിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആവറേജ് ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിരുന്നു സിനിമയിൽ ഓവറോൾ. അതല്ല പിന്നെ വിഷ്വൽസ് അത്യാവശ്യം നൈസായിരുന്നു, സീക്വൻസൊക്കെ. ഞാൻ വേറൊന്നും അതിൻ്റെ പോസിറ്റീവ് ഒന്നുമില്ല. വളങ്ങളൊക്കെ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങി RDX ഇറങ്ങിയപ്പോഴാണ് പെപ്പയുടെയൊക്കെ RDX. പിന്നെ മറ്റേ കൊണ്ടല് ദാവീദ് ഇനി കാട്ടാളഞ്ഞും പിന്നെ ഋതുദേശമായിട്ട് ഒരു പടം ചെയ്യേണ്ടത്.
എൻ്റെ ഒരു ഹൈപ്പുണ്ട്, നല്ലതായാൽ മതിയായിരുന്നു. അത്യാവശ്യം ഹൈപ്പുള്ളതാണ്, ചതിക്കൂലെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇത് ഈ സിനിമയിൽ ക്യാമിയോ ആവശ്യമില്ലായിരുന്നിട്ട്. അയ്യോ, മുടിയാതെ ഡെലിവറിയേ മുടിയാതെ. എൻ്റെ പൊന്നോ. എന്തായാലും പടം കണ്ടവന്മാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞു പോകാൻ, എന്താണെന്ന് വെച്ചാൽ ലിറ്റിൽ ഹാർട്സിൻ്റെ റിവ്യൂ സിനിമ കണ്ടപ്പോൾ എനിക്ക് ലിറ്റിൽ ഹാർട്സിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സിൽ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് സിനിമയുടെ റിവ്യൂ എടുത്തിട്ട് ഷോർട്സിൽ ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. മൈ മിസ്റ്റേക്ക്, പ്ലീസ് ഫോർഗീവ് മീ മൈ ഫാൻസ് ആൻഡ് ഫാൻസ് ആകുമ്പോൾ അവർക്ക് ഫാൻസ് ഉദ്ദേശിച്ച് സബ്സ്ക്രൈബേഴ്സ് നട്ടത് വേറെ ഒന്നുമല്ല. എന്തായാലും എനിക്ക് ഇത്ര പറയാനുണ്ട് ഗോയ്സ്. എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ മസ്കസ്.